ഇടശ്ശേരി ഹൈ പവർ ഗ്രൂമിംഗ് പാർലർ ആൻഡ് ഹൈ പവർ പെറ്റ് കെയറിന്റെയും നേതൃത്വത്തിൽ സൗജന്യ വളർത്തുമൃഗങ്ങൾക്കുള്ള മെഡിക്കൽ ക്യാമ്പും പേവിഷബാധ ഫ്രീ വാക്സിനേഷൻ നടന്നു. ഇടശ്ശേരി ഹൈ പവർ പെറ്റ് കെയറിൽ നടന്ന ക്യാമ്പിൽ വളർത്തുമൃഗങ്ങളുടെയും പരിചരണത്തെയും വാക്സിനേഷന്റെയും ആവശ്യകതയും കുറിച്ച വിദഗ്ധ ഡോക്ടർമാരുടെ ക്ലാസും നടന്നു. പിന്നെ നിങ്ങൾക്ക് ഏത് ആനിമലിൻ്റെ സൂക്കടായാലും നിങ്ങൾ ഇവിടെ വന്ന് പറയാം, ഇന്ന സൂക്കടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് അഡ്വൈസ് ഇവിടെ തരാൻ പറ്റും ഇവിടെയുള്ള ആൾക്കാർക്ക്. അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഫാക്കൽറ്റീനായിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് പ്രോപ്പർ അഡ്വൈസ് നിങ്ങൾക്ക് ചികിത്സാ രംഗത്ത് തരാൻ പറ്റും. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ നേട്ടം എന്ന് പറയുന്നത്. എല്ലാവിധത്തിലും ആശംസകളും അർപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത്. ഡോക്ടർമാരായ ദേവാനന്ദ്, അഭിലാഷ്, മുരളീധരൻ എന്നിവരും ക്യാമ്പിലുണ്ടായിരുന്നു. ഹൈപവർ MD നസീർ, ലുക്കുമാനുൽ ഹക്കീം, സൽമാനുൽ ഫാരിഖ്, മുംതാസ് നസീർ, ഫിദ ഫാത്തിമ, അമ്പിളി രാധാകൃഷ്ണൻ, ഖിനിത സുധീഷ്, യദു കൃഷ്ണ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഹൈപവർ പെറ്റ് കെയറിന്റെ ഡോക്ടറുടെ സേവനം രാവിലെ മുതൽ സ്ഥിരമായി ലഭ്യമാണ്. വളർത്തുമൃഗങ്ങളുടെ ഗ്രൂമിംഗ് പാർലർ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ഇന്നിവിടെ ഈ പെറ്റ് കെയർ സെൻ്ററിൽ നടത്തുന്നത് ഹൈപവർ പെറ്റ് കെയർ സെൻ്ററിൽ നടത്തുന്നത് സൗജന്യ രോഗനിർണയ ക്യാമ്പാണ്. ഈ ക്യാമ്പിൽ വെറ്റിനറി കോളേജിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഈ ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ നായയിൽ പൂച്ചനെ വളർത്തുന്നവർക്കൊരു ഇതിനെപ്പറ്റി ഒരു അവബോധം ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കാനുള്ളതാണ്. പിന്നെ പലർക്കും പൂച്ചകളെ അല്ലെങ്കിൽ നായ്ക്കളെ പറ്റിയുള്ള പരിചരണങ്ങളെ പറ്റി അറിയുന്നില്ല. അപ്പോൾ പൂച്ചകൾക്ക് നായ്ക്കൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് വിരയുടെ മരുന്ന് കൊടുക്കണം. സാധാരണ എനിക്ക് ഒരു 6 മാസം വരെ മാസത്തിലൊരിക്കലും, അത് കഴിഞ്ഞാൽ 3 മാസത്തിലൊരിക്കലും വിരയുടെ മരുന്ന് കൊടുക്കണം. പിന്നെ വാക്സിനേഷൻസ് ചെയ്യാൻ പലർക്കും അറിയില്ല, അതിൻ്റെ ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. സാധാരണ എനിക്ക് ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസം ആകുമ്പോൾ ഫസ്റ്റ് വാക്സിൻ കൊടുത്തിട്ട് പിന്നെ ഒരു 3 മാസം പ്രായമാകുമ്പോൾ റേബീസ് വാക്സിൻ, അത് പേവിഷബാധയ്ക്കുള്ള വാക്സിൻ കൊടുക്കണം. പിന്നെ കൊല്ലത്തിലൊരിക്കൽ നമ്മൾ വാക്സിൻ കൊടുക്കണം.